അങ്ങനെ നമ്മൾ ബൊറാക്കായിൽ നിന്ന് ഫ്ലൈറ്റ് കയറി മനിലയിൽ വീണ്ടും എത്തി. അവിടുന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ആണ് കൊച്ചിയിലായിട്ടുള്ള ഫ്ലൈറ്റ്. അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് മാനില. പക്ഷേ ഭയങ്കര സെറ്റപ്പ് സിറ്റിയൊന്നുമല്ല. നമ്മുടെ ബാംഗ്ലൂരൊക്കെ പോലത്തെ ഒരു സിറ്റി. പക്ഷേ ഇവിടെ മെട്രോ ഇല്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെയുള്ള ക്യാബ് ഡ്രൈവർ പറഞ്ഞത്. ഉള്ളതാണോ എന്നറിയത്തില്ല. ഈ സിംഗപ്പൂർ എയർപോർട്ടും കോലാലംപൂർ എയർപോർട്ടൊക്കെ ഫേമസ് ആവുന്നതിന് മുമ്പ് ഏഷ്യയിലെ ഈ കണക്ട് ചെയ്തുകൊണ്ടിരുന്നൊരു വലിയൊരു ഹബ്ബായിരുന്നു ഈ മനില എയർപോർട്ട്. ഒരു ദിവസത്തേക്ക് നമ്മൾ ഈ ഒരു ഫ്ലാറ്റിലാണ് നിൽക്കാൻ പോണേ. അവിടുത്തെ ചെക്ക് ഇൻ ഫോർമാലിറ്റിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് കയറി. ഏറ്റവും ടോപ്പിലെ റൂമാണ് നമ്മുടെ. ചെറിയൊരു റൂം. ഇത് നോക്ക്, ചെറിയൊരു ഫ്ലാറ്റ്. ഒരു സൈഡിൽ ഒരു റൂം, മറ്റേ സൈഡിൽ വേറെ റൂം. ഇത് കയറി കഴിഞ്ഞാൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. പക്ഷേ 2 റൂമുണ്ട്, 2 ബെഡും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ ഒരു സ്വിമ്മിംഗ് പൂളും സെറ്റപ്പൊക്കെ കാണാൻ പറ്റും. കുറേ ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ. റൂമിലധികം സമയം നിന്നില്ല. അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങി മാൾ ഓഫ് ഏഷ്യയിൽ പോയിട്ട് അവിടെ ഒരു കിടിലൻ ഐമാക്സ് ഉണ്ട്. അവിടുന്ന് ട്രോൺ മൂവി കാണണം. ഞാൻ കൊച്ചിയിൽ നിന്ന് കാണണം എന്ന് വിചാരിച്ച ആ ടൈമിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പം ഇവിടെ ഒരു അടിപൊളി തിയേറ്റർ ഉണ്ടെന്ന് കേട്ടു. അപ്പോൾ അവിടുന്ന് കാണാമെന്ന് തന്നെ അങ്ങ് വിചാരിച്ച്. പിന്നെ ഇവിടെ ഒരുപാട് കസിനോസ് ഉള്ള ഒരു ഏരിയ ആണ്. ഇഷ്ടം പോലെ വമ്പൻ കസിനോസ് ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. ഇവിടുത്തെ ഫേമസ് ഒരെണ്ണമാണ് ഈ കാണുന്നത്. ഇതാണ് ജീപ്പിനി. ഇവിടുത്തെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ്. വേൾഡ് വാർ 2 നടക്കുന്ന ടൈമിൽ US മിലിറ്ററി ഉണ്ടാക്കിയൊരു സംഭവമാണിത്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കയറ്റി പോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പോകുന്ന മാൾ ഓഫ് ഏഷ്യ ഈ ഫിലിപ്പീൻസിലെ തന്നെ ഏറ്റവും വലിയൊരു മാളുകളിലൊന്നാണ്. സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. ഇത് ശരിക്കും കടലിൻ്റെ ഒരു സൈഡിലായിട്ട് വരും. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വമ്പൻ ഒരു വീലുണ്ട്. അത് ഈ സൺസെറ്റിൻ്റെ ടൈമിലുണ്ടല്ലോ, അങ്ങനെ കാണാൻ വേണ്ടി തന്നെ അടിപൊളിയായിരുന്നു. എന്താ ഒരു കളറ്! ആകാശത്തിൻ്റെ കളറൊക്കെ നോക്ക്, ശരിക്കും നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഡ്രൈവർ നമ്മളെ നേരെ ഐമാക്സിൻ്റെ മുമ്പിൽ തന്നെയാണ് കൊണ്ട് ഇറക്കിയത്. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അധികം തപ്പി നടക്കേണ്ടി വന്നില്ല. നേരെ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇതാണ് അവരുടെ ഒരു ടിക്കറ്റ് കൗണ്ടർ. നമ്മുടെ ഇവിടുത്തെ ഒരു 1200 രൂപയാണ് ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിനാകുന്നത്. പക്ഷേ ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടുത്തെ കുറച്ച് ഫുഡുണ്ട്. ഇതൊരു 4K ലേസർ XT പ്രൊജക്ടറുള്ള സ്ക്രീനാണ്. പിന്നെ 12 ചാനൽ ഓഡിയോയും. ഈ ഫിലിപ്പീൻസിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഐമാക്സ് തിയേറ്ററാണ് ഇതെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നേരെ കയറി നോക്കാം. ട്രോണാണ് നമ്മൾ കാണാൻ പോണേ. അതൊരു 3D മൂവിയാണ്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ 3D ഗ്ലാസ്സൊക്കെ മേടിച്ച് നമ്മൾ നേരെ കയറുകയാണ്. കണ്ടോ, കുറേ ഉള്ളിലോട്ടാണ് ഇതിൻ്റെ ഒരു ഡോറ് വരുന്നത്. ഇവിടെ നോക്ക്, ഫസ്റ്റ് ഒരു ഡോറ് വരും. ഈ ഒരു ഡോറ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡോറും കൂടെ ഉണ്ട്. അതുകൂടെ കയറി കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കും ഈ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. കണ്ടോ, 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നത്. കണ്ടോ, ചെരിഞ്ഞ് അതിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഇങ്ങനെ വെച്ച് കഴിയുമ്പം ഒട്ടും ലൈറ്റൊന്നും ഇതിൻ്റെ ഉള്ളിലോട്ട് കയറൂല. അടിപൊളിയായിട്ട് നല്ല ഡാർക്കായിരിക്കും ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. നമ്മൾ കയറി ചെന്നപ്പം ഐമാക്സിൻ്റെ ഒരു ട്രെയിലറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും മിസ്സായി. പിന്നെ ഈ ഒരു നീല ലൈറ്റ് മാത്രമേ ഉള്ളൂ. സീറ്റൊക്കെ തപ്പി കണ്ടുപിടിച്ച് പോയിരുന്നു. നമ്മൾ കയറി കഴിഞ്ഞപ്പം ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ തിയേറ്ററിൻ്റെ ആ ഒരു ഭീകരത, എന്തോരം വലിപ്പമുണ്ടെന്ന് കയറിയ ടൈമിൽ മനസ്സിലായില്ല. പിന്നെ അവർ കുറച്ച് ട്രെയിലേഴ്സ് ഇട്ടു. എൻ്റെ മോനെ, കിഡിലൻ! എന്താ ഒരു പിക്ചർ ക്വാളിറ്റി! ഒരു രക്ഷയില്ല. ഇങ്ങനെ ശരിക്കും നമ്മുടെ കൊച്ചിയിലൊക്കെ ഇടണം. അവർ ശരിക്കും ഇടുന്നില്ല, എന്താണെന്നറിയില്ല. ഇങ്ങനത്തെ കിഡിലൻ ട്രെയിലറുകൾ കണ്ടാൽ തന്നെ നമ്മൾ അവിടെ വന്ന് പടം കാണാൻ നമുക്കൊരു ഇത് വരും, പോയിരുന്ന് കാണാൻ വേണ്ടി. പിന്നെ ട്രോൺ മൂവി അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ, എൻ്റെ കിളി പോയി. ട്രെയിലർ കണ്ട പോലെയൊന്നല്ല, ഇതിനകത്തായിട്ട് പടം അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പം ഇത് ശരിക്കും ഈ പടം ഉണ്ടല്ലോ ഭയങ്കര കളർഫുള്ളായിട്ടുള്ളൊരു പടമാണ്. അത് ഈ 3D ഐമാക്സ് 4K ഈ ഒരു 3Dയിൽ കണ്ടപ്പം എൻ്റെ അമ്മ പറയണ്ട, എമ്മാതിരി ഒരു ക്ലിയർ ആണോ, ഒരു രക്ഷയില്ല. ഈ ഒരു സീനൊക്കെ ഇല്ല ഇങ്ങനെ കറങ്ങി വരുന്നത്. ഞാൻ ആ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ എനിക്ക് തല കറങ്ങി ഞാനിങ്ങനെ പോവുമായിരുന്നു അതിൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെയായിരുന്നു ഇതിനകത്ത് ആ ഫസ്റ്റ് ആ പടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. ഈ പടമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒരു നോർമൽ സ്ക്രീന് അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഐമാക്സ് പറയുന്നില്ലേ എക്സ്പീരിയൻസ്, ആ ഒരു സംഭവം നമുക്ക് കിട്ടൂല.
എൻ്റെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു തിയേറ്റർ. ഇനി ഇതിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു തിയേറ്ററിൻ്റെ വലിപ്പം കാണിച്ചു തരാം. ഇതുണ്ടോ, നമ്മുടെ കൂടെ വന്ന അവളാണ് നടന്നു പോകണേ. അതിൻ്റെ സ്ക്രീനിൻ്റെ ആ ഒരു വലിപ്പം നോക്ക്. പിന്നെ ഇതിൻ്റെ ഒരു ഹാള്, ഇത് ശരിക്കും ഒരു സ്റ്റേഡിയം സീറ്റിംഗ് ആണ്. പിന്നെ ചെരിഞ്ഞിട്ട്, നല്ല ചെരിഞ്ഞിട്ടാണ് ഇതുള്ളത്. പിന്നെ അതിൻ്റെ ഒരു സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ, അത് അങ്ങനെ ഒരു ഷേപ്പിൽ വട്ടത്തിലാണ് ഇത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയിട്ട് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 നിലേൻ്റെ അത്രയും താഴ്ചയുണ്ട് ഇവിടെ. നല്ല ഹൈറ്റ് ഉണ്ട് അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ അങ്ങ് കയറാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. ഇതുണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് ഈ ഒരു തിയേറ്ററിന്, നല്ല വലിപ്പമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു 12 ചാനൽ ഓഡിയോ വരുന്നത്. അതുകൊണ്ടില്ലേ, നമ്മുടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഈ പുറകിൽ ഒറ്റൊരു സംഭവം വരുന്നുള്ളൂ. ഇതിൽ വേറൊരു സംഭവം കൂടെ വരുന്നുണ്ട് നേരെ മുമ്പിലായിട്ട്. അതുണ്ടോ, ചെറിയൊരു സംഭവം കൂടെ. സത്യം പറയാലോ, പടം കഴിഞ്ഞിട്ടും എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോരാൻ തോന്നിയില്ല. ഞാനിങ്ങനെ ഇതിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ഇനിയിപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ അടുത്ത പടത്തിനും കൂടെ അവിടെ ഇരുന്നേനെ. പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ നമ്മുടെ അവതാറിൻ്റെയൊക്കെ അവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ മാളിൽ കൂടെ തേരാപ്പാര നടപ്പായിരുന്നു. ഇത് ശരിക്കും വമ്പനൊരു മാളാണ്. ഇതിൻ്റെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇത് എവിടെയാ, എപ്പോഴാ, എങ്ങനെയാ, ഒരു പിടുത്തം കിട്ടൂല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ വേറെ സ്ഥലത്തൂടെ വിട്ടു. എന്നിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെയുള്ള സെക്യൂരിറ്റിനോടൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഞാൻ പോയിട്ട് ഐമാക്സ് എവിടെയെന്ന് ചോദിച്ചിട്ട് അവർക്കറിയത്തില്ല. അവിടെയുള്ള സെക്യൂരിറ്റിക്ക് പോലും അറിയത്തില്ല ഇതിനകത്ത് എവിടെയാണ് ഐമാക്സ് എന്ന്. പിന്നെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ. എൻ്റെ അമ്മോ, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് നടക്കാൻ. പിന്നെ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് ഡോഗ്സ് ഉണ്ട്. ഈ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ മാളിലൊന്നും ഇങ്ങനെ ഡോഗ്സിനെ കാണുമല്ലോ. ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഡോഗ്സിനെ കൊണ്ട് നടക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ബേബീസിനെ കൊണ്ടുപോകുന്ന പോലെ അങ്ങനെയാണ് ഇവിടെ ഡോഗ്സിനെ കൊണ്ട് നടക്കുന്നത്. നല്ല ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും ഡോഗ്സിനെ കാണാം. പിന്നെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ച് പയ്യെ ഇറങ്ങി റൂമിലേക്ക്. രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി. അവർ നേരെ ചൈനയ്ക്കാണ് പോയത്. അത് കഴിഞ്ഞ് നമ്മളും ഇറങ്ങി നേരെ എയർപോർട്ടിലേക്ക്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയായിരുന്നു. പിന്നെ അവിടുത്തെ ലോഞ്ചിലൊക്കെ കയറി ഫുഡൊക്കെ അടിച്ച് നേരെ ഫ്ലൈറ്റിലേക്ക് ബാക്ക് ടു കൊച്ചി.